നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജീവിതത്തിൽ ഏറ്റവും ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കാലം എന്നോടൊപ്പം ഓടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാഹനമാണ്. വാഹനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് രംഗത്ത് 25 വർഷമായി പ്രവർത്തിച്ച് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ചാനലായി മാറിയിരിക്കുന്ന ശ്രീ ബൈജു നായരുടെ ചാനലിനും ബൈജു നായർക്കും എല്ലാവിധ കുഞ്ഞാശംസകളും ഞാനും ഈ ചാനലിൽ നേരുന്നു. കുഞ്ഞെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചാനൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ അത്രയല്ലേ ഉള്ളൂ. 2005 ജൂൺ മാസത്തിലാണ് പിന്നെ നമ്മൾ സ്വന്തമാക്കുന്നത്. ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈലേജ് തന്നെയായിരുന്നു. ഇപ്പം 20 വർഷം കഴിഞ്ഞു, 3 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇന്നും എൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ്. ലോങ് പോകുമ്പോൾ 80 മേലെയും നമ്മുടെ സാധാരണ ഓട്ടങ്ങൾക്ക് 70-അടുത്തും മൈലേജ്. പിന്നെ ഇപ്പോൾ E20 പെട്രോൾ വന്നപ്പോൾ ഒരു ലേശം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും മോശമില്ല. 80-അടുത്ത് ഇപ്പോഴും ലോങ് ഓട്ടങ്ങൾക്ക് മൈലേജ് ഉണ്ട്. ഇടയിൽ ഇപ്പോൾ 2 ടെസ്റ്റും കഴിഞ്ഞു, കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇനിയും മുന്നോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മെയിൻ്റനൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഒരു 2500-3000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഓയിൽ മാറ്റും, ഒപ്പം ഓയിൽ ഫിൽറ്ററും. ബാക്കി എന്ത് ചെറിയ പണി വന്നാലും അത് അപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും ബാക്കി വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്രയും കിലോമീറ്ററുകൾ അവൻ മുന്നോട്ട് പോയി. പിന്നെ ബൈക്കിനെ കുറിച്ച് ഇപ്പോൾ സൈക്കിളിൽ ചെയ്യുന്ന പോലെ കൂടുതൽ റിവ്യൂ ചെയ്യുന്ന ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ലക്ഷക്കണക്കിന് എണ്ണം ഓടിക്കൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ തളരാതെ ഓടുന്ന ഒരു ബൈക്ക് തന്നെയാണ്. പൊതുവേ അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഈ ഇത്രയും കാലത്തിനിടയിൽ 2 തവണ സിലിണ്ടറും പിസ്റ്റണും മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2 തവണ സൈലൻസർ മാറ്റിയിട്ടുണ്ട്. 1 തവണ സ്പീഡോമീറ്ററും മാറ്റി. സ്പീഡോമീറ്റർ മാറ്റുമ്പോൾ 2 ലക്ഷം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സ്പീഡോമീറ്ററിലും 1 ലക്ഷത്തിന് മേലെ കിലോമീറ്റർ അത് ഓടിക്കഴിഞ്ഞു. അപ്പോൾ മൊത്തം 3 ലക്ഷത്തിൽ കൂടുതൽ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ ഒരു വാഹനമാണിത്. ആദ്യമായിട്ടൊരു പുതിയ വാഹനം, അതായത് 2 വീലർ നമ്മൾ സ്വന്തമാക്കുന്നത് എന്ന് വെച്ചാൽ 2 വീലറെ അങ്ങനെ സ്വന്തമാക്കിയിട്ടുള്ളൂ. കാർ ഇതുവരെ പുതിയൊരെണ്ണം വാങ്ങിച്ചിട്ടില്ല. ബജാജിൻ്റെ തന്നെ ബോക്സർ എന്ന വാഹനമായിരുന്നു. അത് 5 വർഷം നമ്മൾ ഉപയോഗിച്ചു. അതും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ 5 വർഷം ഓടി. പിന്നെ ഒരു അപ്ഗ്രേഡേഷൻ എന്നുള്ള നിലയ്ക്കായിരുന്നു ഈ CT100ലേക്ക് പോയത്. വാസ്തവത്തിൽ അന്ന് CT100 അല്ല എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വേറെ കാര്യം. അന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു കാലിബറായിരുന്നു. അങ്ങനെ ബജാജിൻ്റെ ഷോറൂമിലെത്തിയപ്പോൾ വിവരം കിട്ടി, കാലിബർ എന്ന മോഡൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള സാധനം CT100. അങ്ങനെയാണ് 2005 CT100 വാങ്ങിക്കുന്നത്. ഇനി ബോക്സർ എടുക്കാൻ പോയപ്പോഴും അതായിരുന്നില്ല ഉദ്ദേശം. അന്ന് മനസ്സിലുള്ള വാഹനം ഫോറസ്റ്റ് ആയിരുന്നു. ഫോറസ്റ്റ് മൈലേജ് ചാമ്പ്യൻ കപിൽ ദേവ് ഒക്കെ ആയിരുന്നു എൻ്റെ പരസ്യം. അതെടുക്കാൻ പോയപ്പോഴാണ് പറയുന്നത് അത് നിർത്തി, പകരം വന്ന സാധനമാണ് ബോക്സർ. അങ്ങനെയാണ് അന്ന് ബോക്സർ വാങ്ങിക്കുന്നത്. ഇതിനു മുമ്പും ഒരു ബജാജ് വാഹനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ്. ഒരു KB100 2 സ്ട്രോക്ക് വണ്ടിയായിരുന്നു. നല്ല പവറായിരുന്നു, പക്ഷേ മൈലേജ് വളരെ ദയനീയമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അന്നത്തെ വാഹനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഈവൻ 20 കൊല്ലമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആദ്യമായിട്ട് ഞങ്ങളൊരു ദീർഘദൂര യാത്ര നടത്തിയത് 2006 ഫെബ്രുവരി മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പോയ സ്ഥലം ട്രിവാൻഡ്രം KPSCയുടെ ആസ്ഥാനം, പട്ടത്തെ PSCയുടെ ആസ്ഥാനത്തേക്കായിരുന്നു ആദ്യത്തെ യാത്ര. അന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്കുള്ള റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞു. അതിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവസാനം 2006 ഏപ്രിൽ മാസത്തിൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു. റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പം എനിക്ക് സ്റ്റേറ്റ് വൈഡ് 3-ാം റാങ്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ഞാനന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അന്നത്തെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീ AG വിജയൻ സാറ്, അദ്ദേഹത്തിൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അദ്ദേഹം ഒരിക്കൽ അവിടെ പോയപ്പോൾ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ പോയി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ജൂണിൽ കോളേജ് തുറന്നാൽ ഇയാൾക്ക് അപ്പോയിൻമെൻറ്റ്. പക്ഷേ അതിനു മുമ്പ് മെയ്യിൽ ഇവിടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, ഭരണം മാറി. അതോടെ ഇവിടെ അപ്പോയിൻമെൻറ്റും തീർന്നു. പുതിയതായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സൊക്കെ ആ കാലത്തൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടു. അങ്ങനെ സ്റ്റേറ്റിൽ 3-ാം റാങ്ക് കിട്ടിയിട്ടും ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അന്നത്തെ എന്നൊക്കെ വെച്ചാൽ ഇന്ന് വളരെയധികം പുരോഗമിച്ചു. അന്ന് 3-ാം റാങ്കുകാരനാണ് ജോലി കിട്ടാത്തതാണെങ്കിൽ ഇന്നിപ്പോൾ 1-ാം റാങ്കുകാരിക്ക് ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം പുരോഗമിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കിനി നമ്മുടെ വാഹനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ആദ്യത്തെ ട്രിവാൻഡ്രം യാത്ര, അതിനുശേഷം പിന്നെ പല ട്രിവാൻഡ്രത്തേക്ക് തന്നെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് തവണ 2017 സാൻഡ്രോ കാർ വാങ്ങിക്കുന്നത് വരെയും ഇതിൽ തന്നെ ആയിരുന്നു യാത്രകളൊക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ല. പ്രധാനമായിട്ടും ഈ മൊബൈൽ ഫോണിൻ്റെ വ്യാപകമായ ഉപയോഗം ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. എന്തായാലും സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ.
ഒരുപാട് തവണ അങ്ങനെ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ പിന്നെ കന്യാകുമാരിയും ഒരു യാത്ര ഉണ്ടാവും. പിന്നെ അതുകൂടാതെ മധുര, പഴനി, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. മിക്കവാറും എൻ്റെ മകനും കൂടെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇതിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ 2007 മുതൽ 2010 വരെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്ന ശ്രീ രവീന്ദ്രൻ സാറായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചകളിലൊക്കെ ഇതും കൊണ്ട് പല പഴനി പോലെയുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കായിരുന്നു അന്നൊക്കെ ഇതിൻ്റെ പ്രധാന യാത്ര. 2020 ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാതെ പാസ്സായി. അതിനുശേഷം ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. അതായത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് LED ആക്കി പരിഷ്കരിച്ചു. പക്ഷേ അത് MVD ഇഷ്ടപ്പെട്ടില്ല. MVD പറഞ്ഞു LED ഒക്കെ മാറ്റി അതിൻ്റെ ഒറിജിനൽ ഹാലജൻ ലാമ്പ് ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ MVD പറഞ്ഞാൽ നമ്മൾ പാവങ്ങളൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. എന്ന് വെച്ചാൽ പണക്കാരാണെങ്കിൽ അവരപ്പം ഹൈക്കോടതിയിൽ പോകും. കാരണം ഇന്ന് എല്ലാ വാഹനങ്ങളും LED ആയിരിക്കും. ഈ പഴയ വണ്ടിയിൽ മാത്രം അത് പാടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമുക്ക് അതിനൊന്നും വഴിയില്ലാത്തതുകൊണ്ട് MVD പറഞ്ഞ അനുസരിച്ചു ഒക്കെ മാറ്റി. ലൈറ്റ് മാറ്റുന്ന കറുത്ത കൈകളല്ല കേട്ടോ, അത് വർക്ക്ഷോപ്പിൻ്റെ അകത്ത് വളരെ വെളിച്ചം കുറവാണ്, അതുകൊണ്ട് കറുത്തായിട്ട് തോന്നുന്നത്. ഈ ഇരുന്നറുള്ള കൈകൾ, ഇതാണ് ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ്റെ പുറകിൽ. പേര് സുകുമാരൻ, പാലക്കാട് കൽമണ്ടോത്ത് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുണ്ട്. ബജാജിൽ പഴയ ടെക്നീഷ്യനായിരുന്നു. ബജാജ് വാഹനങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്നത്. ഒന്നും ഞങ്ങൾ വിട്ടുപിരിയാൻ ചാൻസ് ഇല്ല. ഇനിയും ഒരുപാട് കാലം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ദയവായി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.